അടുത്ത വാർത്തയിലേക്ക് വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരും, അവരുടെ ക്യാമ്പസുകൾ കേരളത്തിൽ കൊണ്ടുവരും എന്നുള്ള ബജറ്റിലെ പ്രഖ്യാപനം ഇപ്പോൾ തന്നെ CPM-നെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. SFI ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു, പരാതി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഇല്ല എന്നാണ് പറയുന്നത്. ബജറ്റ് പ്രഖ്യാപനം പിൻവലിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ചർച്ചയില്ലാതെ പാർട്ടി നയം മാറ്റുകയായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. വിദേശ സർവകലാശാലകളെ കുറിച്ചുള്ള പ്രഖ്യാപനം അത് CPI-യും CPI-യുടെ വിദ്യാർത്ഥി സംഘടനയും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റ് പ്രഖ്യാപനം പിൻവലിക്കേണ്ടി വരുമോ? പക്ഷേ പ്രഖ്യാപനം പിൻവലിക്കുവാനുള്ള സാധ്യത ഇപ്പോൾ MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ കാണുന്നുമില്ല. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി TG സജിത്ത് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇത് പാർട്ടി നയം അല്ലെങ്കിൽ ഈ ബജറ്റ് പ്രസംഗത്തിനിടയിൽ ഇതിൽ ചില തിരുത്തലുകൾ ധനമന്ത്രി വരുത്തുവാൻ സാധ്യതയുണ്ട്. പക്ഷേ MV ഗോവിന്ദൻ പറയുമ്പോഴും ആശയക്കുഴപ്പമാണല്ലോ. സ്വകാര്യ നിക്ഷേപവും വിദേശ സർവകലാശാലകളും ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുകയാണോ ഇപ്പോൾ വിശദീകരണത്തിൽ CPM ചെയ്യുന്നത്? രണ്ടും രണ്ടാണല്ലോ. വിദേശ സർവകലാശാലകളെ ഒരിക്കലും CPM സ്വാഗതം ചെയ്യുന്നില്ലല്ലോ രാജ്യത്തേക്ക് തന്നെ, മാത്രമല്ല എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? മഞ്ജുഷ്, അതുതന്നെയാണ് CPM-നെ കുഴയ്ക്കുന്ന വിഷയവും. എന്തായാലും ഈ ബജറ്റ് പ്രഖ്യാപനം CPM-നകത്ത് ഒരു ആശയക്കുഴപ്പത്തിന് ഇടവച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടതു കേന്ദ്രങ്ങൾ തന്നെ പൊതുവിൽ ഇക്കാര്യത്തിൽ എന്തു നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. കൃത്യമായ തെളിവായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. അതായത് എൻ്റെ കയ്യിലിരിക്കുന്നത് 2023 കഴിഞ്ഞ വർഷം ജനുവരിയിൽ CPM പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ്. ഈ വാർത്താക്കുറിപ്പിൽ കേന്ദ്ര സർക്കാർ UGCയുടെ പുതിയ മാർഗനിർദ്ദേശപ്രകാരം വിദേശ സർവകലാശാലകളെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിൽ അന്ന് CPM നേതൃത്വം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണിത്. ഈ വാർത്താക്കുറിപ്പിൽ വളരെ വ്യക്തമായി തന്നെ CPM പറയുന്നുണ്ട്, ഈ തീരുമാനം സംസ്ഥാന രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അങ്ങേയറ്റം പ്രത്യാഘാതമുണ്ടാക്കും. CPM ശക്തമായി ഈ തീരുമാനത്തെ എതിർക്കുന്നു. കോർപ്പറേറ്റുകൾക്ക് ഈ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്നതിന് അവസരമൊരുക്കും. ഇത് സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വിശദമായ വാർത്താക്കുറിപ്പാണ്. ഇക്കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇതിപ്പോൾ ബജറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ കേരളത്തിൽ തുടങ്ങുന്നതിന് വേണ്ടി അത് ഏകജാലകം വഴി അനുമതി കൊടുക്കും, അതിനുള്ള തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ടായിരിക്കും എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സുതാര്യത എന്ന വാക്കുകൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ വിദേശ സർവകലാശാലകളെ വേണ്ട എന്നുള്ള കാര്യത്തിൽ PB ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വരാൻ പാടില്ലാത്തതാണല്ലോ ബജറ്റ് പ്രസംഗത്തിൽ. അപ്പോൾ ഇതിനെ ഈ ന്യായീകരിക്കുമ്പോൾ എന്താണ് അതിൽ വൈരുദ്ധ്യം കാണുന്നത്? ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയും ഇത് ന്യായീകരിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ സ്വകാര്യ സർവകലാശാലകളെയും സ്വകാര്യ നിക്ഷേപത്തെയും കുറിച്ച് മാത്രമാണോ ഈ പറയുന്നത്, കുഴപ്പമില്ല എന്ന്? ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം രണ്ട് തരത്തിലാണുള്ളത്. അതായത് ഇന്നലെ ധനമന്ത്രി നമുക്ക് നൽകിയ അഭിമുഖത്തിലടക്കം വിശദീകരിച്ചത് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ നയം മാറ്റമില്ല, പിന്നോട്ട് പോക്കില്ല, പഴയ നിലപാടിൽ നിന്നുള്ള മാറ്റമില്ല, ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമില്ല എന്ന കാര്യമാണ് ധനമന്ത്രി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ധനമന്ത്രിക്ക് സ്വന്തം സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനകളെയും CPI-യുടെ വിദ്യാർത്ഥി സംഘടനകളെ ഒന്നും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. നമുക്കറിയാം SFI-യും ASF-ഉം ഒക്കെ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇത് അംഗീകരിക്കാനാവില്ല, ഇത് പിൻവലിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടിയുള്ളത്, സംസ്ഥാനത്തെ CPM നേതൃത്വം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അവതരിപ്പിച്ച ഒരു കരട് രേഖയിൽ തന്നെ വിദേശ നിക്ഷേപം ഈ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരുന്നതും അതിൽ സംസ്ഥാനത്തെ CPM നേതൃത്വം അനുകൂലമാണ് എന്നൊരു നിലപാടെടുത്തതാണ്. പക്ഷേ ഈ നിലപാട് CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന് അത്ര ഉൾക്കൊള്ളാനായിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം പൊതുവിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതാണ് PB-യുടെ അടക്കമുള്ള വാർത്താക്കുറിപ്പിലും വ്യക്തമാവുന്ന കാര്യം. പ്രത്യേകിച്ച് ഈ ബജറ്റ് പ്രഖ്യാപനത്തിലെ ഒരു കാര്യം നമുക്ക് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. വിദേശ സർവകലാശാലകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, അതായത് കേരളത്തിലേക്ക് അവരുടെ ക്യാമ്പസുകൾ ആരംഭിക്കാനുള്ള പദ്ധതി ഒരുക്കും. അത് UGC മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാവും എന്ന കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് നേരത്തെ കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശപ്രകാരം വിദേശ സർവകലാശാലയ്ക്ക് രാജ്യത്തേക്ക് കടന്നുവരവിന് അനുമതി നൽകിയതിനോട് ചേർന്ന് പോകുന്ന തീരുമാനമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷേ ഇതേ തീരുമാനം തന്നെ 2023-ൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ എതിർത്തിരുന്നു. ശരിയാണ് സൈദ്. അതുകൊണ്ട് തന്നെ തള്ളണോ കൊള്ളണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അതിനിടയ്ക്ക് MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നയം മാറ്റെന്ന് പറയേണ്ട കാര്യമില്ല, നയം തന്നെയാണ്. അന്നത്തെ നയവും ഇന്നത്തെ നയവും തന്നെയാണ്. അന്നത്തെ നയത്തിൽ നിന്ന് കുറേയും കൂടി ആഴത്തിലുള്ള ഒരു പഠനവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ. അന്ന് ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ? എപ്പോൾ കേട്ട്?
ആദ്യമായിട്ട് കേട്ടതിപ്പോ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്നുള്ളത് പുതിയ പദപ്രയോഗമാണ്. അപ്പോൾ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ വമ്പിച്ച രീതിയിലുള്ള മൂലധന നിക്ഷേപം വേണം. ആ മെറിറ്റിലൊന്നും ഇരട്ടിമറി ഉണ്ടാവില്ല. മെറിറ്റിലൊക്കെ ഉള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. ഏറ്റവും നല്ല മെറിറ്റുള്ളവരല്ലേ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ളത്. അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഏത് വിദേശമായാലും ആരും അത് അംഗീകരിക്കും. ഞാൻ എതിർത്തിരുന്നില്ല. അവർക്ക് വേണ്ട അല്ല ബേബി ഒന്നും എതിർത്തിരുന്നില്ല. വെറുതെ നിങ്ങൾ എതിർക്കുക അദ്ദേഹത്തിന്റെ വായിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ശരി നിർത്താം. ആവട്ടെ നമുക്ക് ചർച്ച ചെയ്യാം. ഒരേ നയമാണ്. വേറെ നയം ഉണ്ടെങ്കിൽ പിന്നെ ബഡ്ജറ്റിന്റെ ഭാഗം ഇങ്ങനെ പറയോ? രണ്ടും വരട്ടെ തന്നെയാണ്. സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് എല്ലാം കൈകാര്യം ചെയ്ത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിന് മേലെ പറക്കാൻ പാടില്ല. അതേ നമുക്ക് നോക്കാം, ചർച്ച ചെയ്യാം. അതേ ചർച്ച ചെയ്യാം. വിദേശ സർവകലാശാലകളെ രാജ്യത്തേക്ക് UGC കൊണ്ടുവരുന്നതിൽ എതിർപ്പറിയിക്കുന്ന CPM ആണ് സംസ്ഥാനത്തേക്ക് വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകളെ ആകർഷിക്കുന്നതിനു വേണ്ടി പദ്ധതി തയ്യാറാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ. അടുത്ത വാർത്ത ഡൽഹിയിൽ നിന്നാണ്. സിദ്ധരാമയ്യയുടെ